നമസ്കാരം. തിരുവനന്തപുരം ആറ്റുകാലിൽ 27-കാരി ജീവനൊടുക്കി. വർക്കല സ്വദേശി ആരതിയാണ് മരിച്ചത്. ഭർത്തൃപീഡനത്തെ തുടർന്നാണ് മരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. തിരുവനന്തപുരം ആറ്റുകാലിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന വർക്കല സ്വദേശിനിയായ 27-കാരി ആരതി ജീവനൊടുക്കിയ സംഭവം കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന ഒന്നാണ്. ഇത് കേവലം ഒരു സാധാരണ ആത്മഹത്യ അല്ല എന്നും ക്രൂരമായ ഭർത്തൃപീഡനത്തിന്റെയും ആസൂത്രിതമായ ചതിയുടെയും ഒടുവിലത്തെ ഇരയാണ് ആരതിയെന്നും വ്യക്തമാക്കിക്കൊണ്ട് കുടുംബം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. 1.5 വർഷം മുൻപ് മാത്രം വിവാഹിതരായ ആരതിയും ഭർത്താവും തമ്മിലുള്ള ജീവിതം തുടക്കം മുതൽക്കേ കണ്ണീരിന്റെയും പീഡനങ്ങളുടെയും പരമ്പരയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഈ ഗാർഹിക പീഡനങ്ങൾക്കപ്പുറം ഭർത്താവിന്റെ മുൻകാല ജീവിതത്തെക്കുറിച്ചും മറ്റ് ബന്ധങ്ങളെക്കുറിച്ചുമുള്ള അതീവ ഗൗരവതരവും ഞെട്ടിക്കുന്നതുമായ സത്യങ്ങളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തുവരുന്നത്. ആരതിയുമായുള്ള വിവാഹത്തിന് മുൻപ് ഇയാൾക്ക് മറ്റൊരു യുവതിയുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്നു എന്ന കാര്യം ആരതിയുടെ കുടുംബത്തിൽ നിന്നും പൂർണ്ണമായി മറച്ചുവെക്കുകയായിരുന്നു. ആ പെൺകുട്ടി വിവാഹ നിശ്ചയത്തിന് തൊട്ടു പിന്നാലെ അതീവ ദുരൂഹമായ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്ന് ഞെട്ടിക്കുന്ന വിവരം ഈ അടുത്ത കാലത്താണ് ആരതിയും കുടുംബവും അറിയുന്നത്. താൻ വലിയൊരു ചതിക്കുഴിയിലാണ് അകപ്പെട്ടിരിക്കുന്നതെന്നും തനിക്ക് മുൻപ് ഇയാളുടെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിക്ക് സംഭവിച്ച അതേ ദാരുണമായ വിധി തന്നെയാണോ തനിക്കും വരാനിരിക്കുന്നതെന്നും ഓർത്ത് ആരതി വല്ലാതെ ഭയപ്പെട്ടിരുന്നു. ഈ ആശങ്കകൾ നിലനിൽക്കുന്നതിനിടയിലാണ് വിവാഹശേഷവും ഭർത്താവിന് മറ്റൊരു യുവതിയുമായി അവിഹിത ബന്ധമുണ്ടെന്ന കൃത്യമായ തെളിവുകളും ചിത്രങ്ങളും ആരതിയുടെ കൈകളിൽ ലഭിക്കുന്നത്. ഇതോടെ ഇരുവരും തമ്മിലുള്ള തർക്കങ്ങൾ പരിധി വിട്ട് രൂക്ഷമാകാൻ കാരണമായി. വിവാഹ സമയത്ത് ആരതിയുടെ കുടുംബം നൽകിയ 50 പവൻ സ്വർണം പുതിയ വണ്ടി വാങ്ങാനെന്ന പേരിലും മറ്റു പല ആഡംബര ആവശ്യങ്ങൾക്കുമായി ഇയാൾ നേരത്തെ തന്നെ പണയം വെക്കുകയും വിൽക്കുകയും ചെയ്തിരുന്നു. സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ടിട്ടും പണത്തോടുള്ള ഇയാളുടെ ദാഹം തീർന്നില്ല. വീണ്ടും പണം ആവശ്യപ്പെട്ട് ആരതി ഇയാൾ ശാരീരികമായി ക്രൂരമായി ഉപദ്രവിക്കുന്നത് പതിവാക്കി. മർദ്ദനമേറ്റ് ശരീരം മുഴുവൻ പാടുകൾ വീണ ചിത്രങ്ങൾ ആരതി തന്റെ അമ്മയ്ക്ക് വാട്സപ്പിൽ അയച്ചു കൊടുത്ത് സങ്കടം പറയാറുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസമായ ഇന്നലെ വൈകിട്ടും ഇയാൾ ആരതിയെ അതിക്രൂരമായി മർദ്ദിച്ചതായി കുടുംബം ശക്തമായി ആരോപിക്കുന്നുണ്ട്. ഏറ്റവും വലിയ ദുരൂഹത നിലനിൽക്കുന്നത് ആരതി മരണപ്പെടുന്ന സമയത്ത് ഭർത്താവ് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലാണ്. വീടിന് പുറത്തിരിക്കുകയായിരുന്നു താനെന്നും മുറിക്കുള്ളിൽ നിന്നും പ്രതികരണമൊന്നും കാണാത്തതിനെ തുടർന്ന് സുഹൃത്തിനെ വിളിച്ചു വരുത്തിയാണ് വാതിൽ ചവിട്ടിപ്പൊളിച്ചതെന്നുമാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. എന്നാൽ ഈ വാദങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കാൻ ബന്ധുക്കൾ തയ്യാറല്ല. മരിക്കുന്നതിന് തൊട്ടു മുൻപ് ആരതി തന്റെ അമ്മയെ ഫോണിൽ വിളിച്ച് അതീവ ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മരണം സംഭവിക്കുന്നത്. മകളുടെ മരണത്തിൽ ഭർത്താവിന്റെ പങ്ക് പൂർണ്ണമായും പുറത്തു കൊണ്ടുവരണമെന്നും ഇയാളെ നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്നുമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ആവശ്യം. നിലവിൽ അമ്മ നൽകിയ കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഭർത്താവിന്റെ മുൻകാല ബന്ധങ്ങൾ, ആദ്യത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യ, നിലവിലെ സാമ്പത്തിക ഇടപാടുകൾ, പരസ്ത്രീ ബന്ധങ്ങൾ എന്നിവയെല്ലാം കൃത്യമായി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിപുലമായ അന്വേഷണ പരിധിയിലാണ് പോലീസ് ഇപ്പോൾ